അവരുടെ കാലം കഴിയുമ്പോഴേക്ക് മക്കൾ അവർ പൂർണ്ണമായിട്ട് എൻ്റെ അടുത്ത് നിന്ന് അകറ്റും. അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ വേദന. എന്താ ഇവനാണെങ്കിൽ അവരെ കാണാൻ ഭയങ്കര വിഷമാണ്. അവര് മൂന്നാളും ഒപ്പം ഉണ്ടായതല്ല. ഇപ്പോഴാണ് നമ്മള് കിശുവിനെയും കേശുവിനെയും കൊണ്ടുവരെ അവരെ കൊണ്ടുവരണമെങ്കിൽ അവരൊപ്പം നിൽക്കണം. അവര് മൂന്നാളും 8 വയസ്സ് വരെ ഒരുമിച്ച് വളർന്നതാണ്. എന്താ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പൂക്കളം ഇടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഒരുപാട് സന്തോഷത്തോടൊന്നല്ല, എന്നാലും നമ്മൾ ഓരോന്ന് ചെയ്യുന്ന പൂവുകളൊക്കെ പറിക്കട്ടാ. എന്താ മഴ പെയ്തിട്ട് വെള്ളാണ് പൂവിലൊക്കെ. ആ എന്താ ഒരു ചെമ്പരത്തി, ജിമിക്കി ചെമ്പരത്തിയാണ് കേട്ടോ അത്. കണ്ടാ നല്ല രസല്ലേ കാണാന്. നല്ല അടിപൊളിയല്ലേ. ഒരു ഡിസൈൻ ആക്കി കൂടെ എടുക്ക്. പൂവുകൾ ഒരേപോലത്തെ ഒന്നും കിട്ടാനില്ല. ഉള്ളതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇന്ന് പൂവ് കുറവാട്ട, അപ്പൊ ഞാൻ ഉള്ളതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നാളെ പ്രസിമ തിരൂർ പോകുമ്പോ കൊണ്ടുവരണം. ഭയങ്കര കൊതുണ്ടല്ലേ ഇവിടൊക്കെ. നല്ല കൊതുകുണ്ട് കേട്ടാ, കടിക്കുന്നുണ്ട്. നീച്ചു നിൽക്കണേ. പൂവല്ല എന്നെ എടുക്കും. എന്തൊരു കൊതുവാണ്. അതിന്റെ ഒക്കെ ഇടയിൽ ഓരോന്ന്. ഇങ്ങനെ ഇടയിൽ ഓരോ ചോപ്പ് വെച്ചെടുക്കും. ഇപ്പൊ മക്കളുണ്ടായിരുന്നെങ്കിൽ ഒപ്പം ഉണ്ടാവുമായിരുന്നു കേട്ടോ. അവരെല്ലാ കാര്യത്തിനും പൂവ് പറിക്കുക. ഞങ്ങള് അവിടുത്തെ വീട് പണി ആയപ്പോ കുറച്ച് ദിവസം വാടകയ്ക്ക് ഇരുന്നിരുന്നു. ആ സമയത്ത് ഒരു പൂക്കാലം വന്നിട്ട് ഇതുപോലൊരു ഓണക്കാലം വന്നിട്ടാ. ഇത് കുട്ടികൾക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് അറിയാം പൂവിടാനും. മറ്റവർക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടമാണ്. അവരിങ്ങനെ വരും പൂവിടാൻ. അവിടെ നല്ലൊരു മഞ്ഞ കോളാമ്പി ഉണ്ട് കേട്ടോ. എന്നിട്ട് മക്കള് കൊറേ പൊട്ടിച്ചുണ്ട്. എന്നിട്ട് ഞാനതിങ്ങനെ ഇട്ട് കൊടുക്കണം. എന്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്താ ചെയ്യണാവോ പൂവിടാനൊക്കെ. അവിടെ ആണെങ്കിൽ അവരുടെ അച്ഛമ്മയ്ക്ക് തന്നെ പൂവിടണം. ഇനി പേരക്കുട്ടികൾ അയക്കുമെന്നൊന്നും അറിയില്ല. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വിളക്കൊളുത്താൻ അയക്കൂല, പൂവിടാൻ അയക്കൂല, യാതൊരു കാര്യം ചെയ്യാൻ അയക്കൂല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് അവിടെ ഭയങ്കര തിരക്കാണ് ആ വീട്ടില്. വിളിക്കൂല. എന്ത് പറഞ്ഞാലും തന്തയ്ക്ക് വിളിയാണ് അവരുടെ മെയിൻ സ്വഭാവം കേട്ടോ. നമ്മൾ സഹിക്കണേന്നൊരു പരിധി ഇല്ലേ. ഭയങ്കര അന്ധവിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോ വിളക്ക് വെക്കാനൊന്നും അയക്കാതിരുന്നത്. വിളക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ, അന്ന് മുഴുവൻ അവിടെ നിക്കണ്ടേ വരില്ല. അത്രയും തിരക്കാണ്ടാവും. ഇവിടെ ആർക്കെങ്കിലും വല്ല വെയ്യായോ എന്തെങ്കിലുമൊക്കെ വന്നാൽ അപ്പം പറയും, ആ മോളോടെ മന്ത്രവാദം തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് അതാണ് അവരുടെ സ്വഭാവം. അവിടെ പണി തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ കാലടയുന്നതെന്ന് പറയും. അവർക്ക് കാലടയുന്നത് ഞങ്ങളെ വീട്ടിൽ മന്ത്രവാദം ചെയ്തിട്ടാന്നാ പറയുന്നത്. അവരൊറ്റയ്ക്ക് കളം മെഴുകി പൂവിടുക, അങ്ങനെ. നമ്മള് ഭക്ഷണം ഉണ്ടാക്കല് മാത്രം നമ്മളെ പണി. അത് പലതരം വിഭവങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു വിഭവം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ആ വീട്ടിൽ തിരക്കാണ് കേട്ടോ. ഞാന് എന്താ പറയാ, ഈ കണ്ണിട്ട് വയ്യാത്ത സമയത്ത് പോലും, തീരെ വയ്യാത്ത ആ സമയത്ത് പോലും അവരിനെ കൊണ്ട് എല്ലാ പണി ഞാൻ എടുക്കുക. പുക തട്ടാൻ വയ്യ എന്നാ പോലും 2 നേരം ചോറും വെക്കണം, കറിയും വെക്കണം, എല്ലാം ചെയ്യണം. എന്നാൽ തന്നെ എന്തെങ്കിലും ഒരു വിഭവം കുറവുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഭ്രാന്തളകും. അവർക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ എനിക്കായിരുന്നു കുറ്റം. ഞങ്ങളെ വീട്ടിൽ മന്ത്രവാദം ചെയ്തിട്ടാണ്, അവിടെ പണി തുടങ്ങിയിട്ടുണ്ടാവും. എന്തിനാ പറഞ്ഞു, അവരുടെ മകളുടെ ഭർത്താവിന് അസുഖം വന്നിട്ട് പോലും എന്റെ അമ്മ മന്ത്രവാദം ചെയ്തിട്ടാന്ന് പറഞ്ഞിട്ട് എത്ര വഴക്ക് കൂടിയെന്നറിയാം. അവരുടെ മകളുടെ ഭർത്താവിന് വയ്യാതായിട്ട്
ഞാൻ പറയാണ് എന്റെ മകള് സുഖമായിട്ട് ജീവിച്ചിരുന്നാണ്. അവളെ അമ്മ മന്ത്രവാദം ചെയ്തിട്ട് എന്റെ മോൾക്ക് ആ സുഖം കൂടി നഷ്ടപ്പെട്ടു കാരണം അതിന് പോലും അവര് കുത്തി കുത്തി പറയും. ഞാൻ കരഞ്ഞതിന് കണക്കില്ല. ഒരു ദിവസം പോലും കരയാതെ ആ വീട്ടിൽ നിന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കുട്ടികളൊക്കെ അച്ഛന്മാരും മതി അത്ര. അച്ഛന്മാരുടെ വീടാണ് കുട്ടികളുടെ വീട്, മക്കൾ അച്ഛൻ്റെയാണ്. അമ്മയ്ക്കൊരു അവകാശമില്ല, അമ്മയ്ക്കൊരു അവകാശമില്ല. പക്ഷെ നമ്മള് എല്ലാറ്റിനും നമ്മൾ തന്നെ വേണേനു. ഒരു മക്കളൊരു ചായ കുടിച്ച ക്ലാസ് പോലും എടുത്തേക്കില്ല, അതിനെല്ലാറ്റിനും അമ്മ വേണം. എന്നാലോ മക്കളെ അവകാശം മുഴുവൻ അച്ഛനും അച്ഛൻ്റെ വീട്ടുകാർക്കും ആണെന്നാ പറയും. എന്തായാലും എൻ്റെ മക്കൾ അവിടെ പെട്ടു, അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. അവരെ ഒപ്പം നിർത്താനാണെങ്കിൽ ഒരു വഴിയില്ല. അറിയില്ല, എന്തെങ്കിലുമൊക്കെ ഒരു നല്ല സമയം ഉണ്ടാവുമായിരിക്കും. മക്കളെ കൂടി വെറുപ്പിക്കും, അതാണ്. അവര് സത്യം പറഞ്ഞാൽ അവരുടെ കാലം കഴിയുമ്പോഴേക്കും മക്കളെ അവർ പൂർണ്ണമായിട്ട് എൻ്റെ അടുത്ത് നിന്ന് അകറ്റും. അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ വേദന. പിന്നെ എന്താ പറയാ, അവരെന്തൊക്കെ പറഞ്ഞു കൊടുക്കുകയെന്ന് പോലും അറിയില്ല. ഞാൻ അവിടെ ഇല്ലല്ലോ, രാവും പകലും ഇപ്പൊ അച്ഛമ്മയുടെ അച്ഛച്ചൻ്റെ അടുത്തല്ലേ മക്കള്. എന്റെ കുറ്റം പറയൽ തന്നെയാണ് അവർക്ക് പണി. കുറെ കേട്ട മക്കളും വിശ്വസിക്കൂലേ, മക്കളോട് അറിയും ഇട്ടുകണ്ട് പോയതാവുന്ന മക്കളോട് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഞാൻ എന്താ വിചാരിച്ചാല്, നമ്മള് കണ്ണിന്റെ ഓപ്പറേഷൻ ഒന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് നടത്താതിരിക്കുന്ന ഒരാളെ പോയി എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ നിൽക്കുക? കാഴ്ച പോകണ വരെ മാക്സിമം നമ്മൾ അവർ ഉപയോഗിക്കും. കാഴ്ച പോയാല് അതിന്റെ വീട്ടിൽ കൊണ്ടാക്കി തരും എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ? പണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇവരിങ്ങനെ വഴക്ക് കൂടുമ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എന്നോട് പറയും, ഇനി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് ലാസ്റ്റ് അണക്ക് വല്ല രാവിലെ വായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്നു. അങ്ങനത്തെ ആൾക്കാരാണ്. ഇതാണ് എൻ്റെ ഇട്ട ശ്രീകുട്ടൻ. 3 ആളേത്തെ ഒരാൾ ഇതാണ് ഇട്ട. ഇവന് തീരെ ഇഷ്ടമല്ലായിരുന്നു. പ്രസവിച്ചപ്പോ മറ്റൊരു 2 ആളും നല്ല സുന്ദരന്മാരായിരുന്നു കേട്ടോ. ഇവൻ കുറച്ച് കറുത്തിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവന് തീരെ ഇഷ്ടമല്ലായിരുന്നു. ഇവൻ എപ്പോഴും വിളിക്കുക കള്ളപ്പന്നി, ലക്ഷണം കെട്ടതെന്ന് മാത്രം വിളിക്കുള്ളൂ കേട്ടോ എൻ്റെ ഈ കുട്ടീനെ. അതാ മെലിഞ്ഞിട്ടൊരു എല്ല് മാത്രം, എല്ലും തോലും മാത്രമായിരുന്നു ഈ കുട്ടി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവന് ദേഷ്യമായിരുന്നു. എല്ലാവർക്കും അല്ല, അവർക്ക് ഇവന് ദേഷ്യമായിരുന്നു. ഇപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല. അന്നും എൻ്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർക്ക് ഭംഗിയുള്ളവരെ മാത്രം പറ്റുള്ളൂ. മറ്റവർ 2 ആളും നല്ല ഭംഗിയുള്ള കുട്ടികളായിരുന്നു, നല്ല വെളുത്ത് തുടുത്ത് സുന്ദരന്മാരായിരുന്നു. ഇതിനെ കാണാൻ ഒരു രസം ഉണ്ടായിരുന്നില്ല. നമുക്ക് നമ്മളെ കുട്ടികള് കുഞ്ഞാണ്, പക്ഷെ അന്ന് വരെ കാണാൻ അത്ര ഇതുണ്ടായിരുന്നില്ല. ഇപ്പൊ എൻ്റെ അവര് വിളിക്കുക കള്ളപ്പന്നി, ലക്ഷണം കെട്ടതേന്ന് എല്ലാതെ എൻ്റെ അമ്മായിയമ്മ വിളിക്കൂലായിരുന്നു. അതിനെ നല്ല കാട്ടും ചെയ്യൂട്ടാ. മറ്റവരെ 2 ആളും പിന്നെ കാണാൻ നല്ല സുന്ദരനും നല്ല ഭംഗിയുണ്ട്. എല്ലാരും ഭംഗിയുണ്ട്, ഭംഗിയില്ല എന്നുള്ളത്, കുറച്ച് കളറ് കുറവായിരുന്നു, ഇത്ര കളർ ഉണ്ടാവില്ല മറ്റേ. അപ്പൊ അവര് പറയും പിന്നെ എന്താ പറയാ, ഈ ലക്ഷണം കെട്ടതേ കള്ളപ്പന്നിയെന്നല്ലാതെ ഈ കുട്ടീനെ വിളിക്കൂല. എന്റെ ഒക്കത്തിരിക്കുമ്പോ ഒക്കെ ഓന് മാത്രം ഒക്കത്തിരുന്നാ മതിയോ, വേറെ ഉള്ളവർക്ക് എന്താണ് ഒക്കത്തിരിക്കാനുള്ള, ഇറങ്ങി പോടാന്നൊക്കെ പറയും. ഇവനാണെങ്കിൽ എന്റെ അടുത്ത് നീക്കുമ്പോഴേക്കിന്നെ കരയും ചെയ്യും. അങ്ങനെ എങ്ങനെയൊക്കെയോ ആണ് കഷ്ടപ്പെട്ടിട്ട് വളർത്തിയെടുത്തത് എൻ്റെ മക്കളെ. ഇപ്പൊ മക്കൾ അവരുടെ അടുത്താണ് 2 പേര്. ഞാൻ പറഞ്ഞ നോക്കാനുള്ളൊരു സാമ്പത്തിക ശേഷി ഇവിടെ ഇല്ല. ഇതിപ്പോ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്, എല്ലാരും കൂടി ഇവിടെ കുറഞ്ഞു നിർത്താനുള്ള നമ്മളുടെ അടുത്ത് അതിനുള്ള മാർഗം ഇല്ല. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ 2 പേരെ മാത്രമേ എൻ്റെ ഒപ്പം ഉള്ളൂ. അവരൊന്നും ഒപ്പം കൊണ്ടുവരാൻ പോലും പോകാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം. എന്താ ഇവനാണെങ്കിൽ അവരെ കാണാൻ ഞാൻ ഭയങ്കര വിഷമാണ്. അവര് 3 ആളും ഒപ്പം ഉണ്ടായതല്ലേ. പറഞ്ഞു അമ്മ ഇപ്പോഴാണ് നമ്മള് കിശുവിനെയും കേശുവിനെയും കൊണ്ടുവരെ, അവര് കൊണ്ടുവരണമെങ്കിൽ അവരൊപ്പം നിൽക്കണം. അവര് 3 ആളും 8 വയസ്സ് വരെ ഒരുമിച്ച് വളർന്നതാണ്. എന്താ ചെയ്യ, എൻ്റെ ഒരു കഷ്ടകാലം. ഇതിന്റെ ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടാ. ഇതാണ് നമ്മളെ തുമ്പിക്കുട്ടിട്ടാ, ചേച്ചിയുടെ മോളാണ്. ഒന്ന് ചിരിച്ചെടുക്കണേ തുമ്പി. ഞങ്ങൾ EMS പാർക്ക് കാണാൻ പോകട്ടെ. പാർക്കിലേക്ക് പോവാം, കുട്ടികളെ കണ്ടിട്ടാ. അതൊക്കെ ചളി കൂടെ അതിനെ നടത്തുന്നു. എങ്ങട്ടാ പോണത്? ഞങ്ങളെ തിരൂരിക്ക്. അമ്മ ഇന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ EMS മെമ്മോറിയൽ പാർക്കിൽ എത്തിയിട്ടാ.
ഒരുപാടൊന്നും കാണാനില്ല, എന്നാലും കുറച്ചൊക്കെ കാണാനൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. പക്ഷെ വലിയൊരു മൂന്നാളുണ്ടല്ലോ, അഞ്ചുട്ടിയും തുമ്പിയും തമ്പുരും ഋതൊക്കെ, അവർക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. അവരെ മുഖം കയറി. ഞങ്ങൾ പറവണ്ണ കാണാൻ പോവാൻ വിചാരിച്ചിരുന്നു. പറവണ്ണ ഈ ഭാഗം തന്നെ കടല് കാണാന്. അപ്പൊ രാവിലെ ഒക്കെ നല്ല വെയിലായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്ക് പോകാൻ വേണ്ടി മാറ്റി ഇറങ്ങിയപ്പോ ഭയങ്കര മഴയായി. അപ്പൊ പിന്നെ ഞങ്ങള് പോയില്ല. ഇങ്ങനൊക്കെ വരുമ്പോഴാണ് ട്ടോ ശരിക്കും മക്കളില്ലാത്ത വിഷമം നന്നായിട്ട് അറിയാ. കാരണം അവര് രണ്ടാൾക്കും, അവർക്കാണെങ്കിൽ കുട്ടികളൊക്കെ, ചെറിയ മക്കൾക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യല്ലേ. അവർക്ക് ഇവിടെ കാണാനും ഇതിലൊക്കെ കേറാനും ഒക്കെ നല്ല കൂട്ടാക്കല്ല. എന്താ മൂന്നാളും കണ്ടില്ലേ, മോന്റെ ഐസ്ക്രീം ഒക്കെ വാങ്ങി കൊടുത്തത് ഫോട്ടോ എടുക്കാതെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ രാത്രി വീട്ടിലെത്തി. അമ്മ പൂളക്കിഴങ്ങ് ഉണ്ടാക്കി വെച്ചിരുന്നു. ഞങ്ങൾ ചായ കുടിക്കാനിട്ട അനിയത്തിയും ചേച്ചിയും എല്ലാരും ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ എടുക്കാന് കുറെ പൂളക്കിഴങ്ങ് പുഴുങ്ങി കപ്പ ഞങ്ങളപ്പോൾ പാർക്കിലൊക്കെ പോയി വന്ന് കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആക്കി, ചിലവരെ കോപ്പി ആക്കി. ഇവിടെ ഞങ്ങൾ കടപ്പുറം പോകണം പറഞ്ഞപ്പോൾ ഭയങ്കര പെരുമഴ. അപ്പോൾ ഞങ്ങൾ കടപ്പുറമ്പൊക്കെ ക്യാൻസൽ ചെയ്തിട്ടാണ് പോയത്. അത് കാരണം ഇവിടെ മോന്ത കണ്ട അവർ കണ്ണിന് കുത്തി വീർത്തവര്. എന്നാലും അവൾ പാർട്ടിക്ക് വന്ന്. പക്ഷെ എന്താ പറയുക, അവർക്ക് കയറാനൊന്നും ഉണ്ടായിരുന്നു പാർക്കിൽ. അപ്പോൾ അവരാകെ വിഷമത്തിലായി. അപ്പം ഞങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം അവരേറ്റ് ഇവിടെ പറവണ്ണ കടപ്പുറം കാണുന്നുണ്ട്. കൂട്ടായി പോണം. അപ്പൊ ഞങ്ങളുടെ ചാനല് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പറവണ്ണ വേണ്ട, ഉണ്ണിയാല് അവിടെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത്. അത് പറവണ്ണ. അതാണ് ഉണ്ണിയാല്. അപ്പൊ രസല്ലേ.